ഹായ് ഗൈസ്, നമ്മളിന്ന് കമ്പനി ബോർഡ് LGS പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 1. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച വർഷമേത്? ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച വർഷമേത്? ഉത്തരം ഓപ്ഷൻ ബി 2013. ഉത്തരം ഓപ്ഷൻ ബി 2013. ചോദ്യം 2. 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത്? ഉത്തരം ഓപ്ഷൻ സി സർവീസസ്. ഉത്തരം ഓപ്ഷൻ സി സർവീസസ്. ചോദ്യം 3. ദേശീയ ശാസ്ത്രദിനം. ദേശീയ ശാസ്ത്രദിനം. ഉത്തരം ഓപ്ഷൻ എ ഫെബ്രുവരി 28. ഉത്തരം ഓപ്ഷൻ എ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായിട്ട് ആചരിക്കുന്നത്. ചോദ്യം 4. 14ാം കേരള നിയമസഭാ സ്പീക്കർ. 14ാം കേരള നിയമസഭാ സ്പീക്കർ. 14ാം കേരള നിയമസഭാ സ്പീക്കർ. ഉത്തരം ഓപ്ഷൻ ബി പി ശ്രീരാമകൃഷ്ണൻ. പി ശ്രീരാമകൃഷ്ണൻ. നിലവിലത്തെ കേരള നിയമസഭാ സ്പീക്കർ AM ഷംസീറാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 500ൻ്റെയും 1000ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചതെപ്പോൾ? 500ൻ്റെയും 1000ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചതെപ്പോൾ? ഉത്തരം ഓപ്ഷൻ എ 2016 നവംബർ 8. 2016 നവംബർ 8. 2016 നവംബർ 8 500ൻ്റെയും 1000ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത്. ചോദ്യം 6. മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നതെവിടെ? മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം ഓപ്ഷൻ ഡി തിരൂര്. ഉത്തരം ഓപ്ഷൻ ഡി തിരൂര്. തിരൂരാണ് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 7. കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് ആര്? കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം ഓപ്ഷൻ എ PS അച്യുതാനന്ദൻ. ഉത്തരം ഓപ്ഷൻ എ PS അച്യുതാനന്ദൻ. ചോദ്യം 8. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആചരിച്ചത്? ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആചരിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി 2016. ഉത്തരം ഓപ്ഷൻ ഡി 2016 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആചരിച്ചത്. ചോദ്യം 9. 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം ഓപ്ഷൻ ബി സി രാധാകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ ബി സി രാധാകൃഷ്ണൻ. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരവും പത്മപ്രഭ പുരസ്കാരവും വയലാർ അവാർഡുകളും എല്ലാം നിങ്ങളൊന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം. അതൊക്കെയായിരിക്കും ഈ വർഷത്തെ LGSന് ചോദിക്കാൻ പോകുന്നത്. ചോദ്യം 10. റിയോ ഒളിമ്പിക്സിൽ ഏതിനത്തിലാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? റിയോ ഒളിമ്പിക്സിൽ ഏത് ഇനത്തിനാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? ഉത്തരം ഓപ്ഷൻ സി ബാഡ്മിൻ്റൺ. ഉത്തരം ഓപ്ഷൻ സി ബാഡ്മിൻ്റൺ. ചോദ്യം 11. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ സിന്ധു. ഉത്തരം ഓപ്ഷൻ എ സിന്ധു. നമുക്കറിയാം ഹിമാലയ നദികളെന്നറിയപ്പെടുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ്. ഇവ മൂന്നിനെയുമാണ്
ഹിമാലയൻ നദികളായിട്ട് പറയുന്നത്. ചോദ്യം 12. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമേത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമേത്? ഉത്തരം ഓപ്ഷൻ സി ആനമുടി. ഉത്തരം ഓപ്ഷൻ സി ആനമുടി. ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ചോദ്യം 13. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഒട്ടകം. ഉത്തരം ഓപ്ഷൻ ഡി ഒട്ടകത്തിനെയാണ് നമുക്ക് രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം. ചോദ്യം 14. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. ഉത്തരം ഓപ്ഷൻ ബി കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ചോദ്യം 15. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ മാർച്ച് മുതൽ മെയ് വരെ. മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് എന്നു മുതൽ എന്ന് വരെയാണ്? മാർച്ച് മുതൽ മെയ് വരെയാണ്. ചോദ്യം 16. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ സി മേഘാലയ. ഉത്തരം ഓപ്ഷൻ സി മേഘാലയ. ചോദ്യം 17. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 36. ഉത്തരം ഓപ്ഷൻ ബി 36. 36 ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചോദ്യം 18. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. ഉത്തരം ഓപ്ഷൻ സി ജമ്മു കാശ്മീരാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. ചോദ്യം 19. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏത്? ഉത്തരം ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചതെവിടെ? ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചതെവിടെ? ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചതെവിടെ? ഉത്തരം ഓപ്ഷൻ ഡി കൊൽക്കത്ത. ഉത്തരം ഓപ്ഷൻ ഡി കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത്. ചോദ്യം 21. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയതാര്? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയതാര്? ഉത്തരം ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഉത്തരം ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ചോദ്യം 22. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ജനുവരി 26. ജനുവരി 26. ചോദ്യം 23. രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. ഉത്തരം ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ചോദ്യം 24.
ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ചോദ്യം 25. നമ്മുടെ ദേശീയ മൃഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കടുവ. ഉത്തരം ഓപ്ഷൻ ഡി കടുവ. ചോദ്യം 26. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ബി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ചോദ്യം 27. വിവരാവകാശ നിയമം നിലവിൽ വന്നതെപ്പോൾ? വിവരാവകാശ നിയമം നിലവിൽ വന്നതെപ്പോൾ? ഉത്തരം ഓപ്ഷൻ എ 2005. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ചോദ്യം 28. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം? നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം? ഉത്തരം ഓപ്ഷൻ ഡി കുങ്കുമം. ഉത്തരം ഓപ്ഷൻ ഡി കുങ്കുമം. ചോദ്യം 29. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് H.L. ദത്തു. ജസ്റ്റിസ് H.L. ദത്തു ആണ്. ഇത് 2017 സമയത്തുള്ളതാണ്. ഈ നിലവിലത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നുള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ചോദ്യം 30. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം? നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം 52 സെക്കൻഡ്. ഉത്തരം ഓപ്ഷൻ സി 52 സെക്കൻഡ്. ചോദ്യം 31. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം? ഉത്തരം ഓപ്ഷൻ എ ചമ്പാരൻ സമരം. ചമ്പാരൻ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം. ചോദ്യം 32. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ഉത്തരം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനയാണ്. ചോദ്യം 33. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലിയെ ആണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത്. ചോദ്യം 34. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത്? ചോദ്യം 34 ക്യാൻസൽഡ് ആണ്. PSC ക്യാൻസൽ ചെയ്തിരിക്കുന്ന ചോദ്യമാണ് ചോദ്യം 34. നമുക്ക് ചോദ്യം 35 കടക്കാം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഉത്തരം ഓപ്ഷൻ ബി ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥം. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തുന്നത്. ചോദ്യം 36. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. 1961
ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗൽ. ഓപ്ഷൻ ബി പോർച്ചുഗലിൻ്റെ കീഴിലായിരുന്നു ഗോവ 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്. ചോദ്യം 38. ദേശീയ തലസ്ഥാന പ്രദേശമേത്? ദേശീയ തലസ്ഥാന പ്രദേശമേത്? ഉത്തരം ഓപ്ഷൻ സി ഡൽഹി. ദേശീയ തലസ്ഥാന പ്രദേശമേത്? ഉത്തരം ഓപ്ഷൻ സി ഡൽഹി. ചോദ്യം 39. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം? ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ 1962. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം 1962. ചോദ്യം 40. ചോദ്യം 40. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം? ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം? ഉത്തരം ഓപ്ഷൻ സി ചൗരി ചൗര സംഭവം. ഉത്തരം ഓപ്ഷൻ സി ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗര സംഭവമാണ്. ചോദ്യം 41. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട. ഉത്തരം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട. ചോദ്യം 42. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ. ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ. ചോദ്യം 43. കടൽ തീരമില്ലാത്ത ജില്ല ഏത്? കടൽ തീരമില്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി കോട്ടയം. ഉത്തരം ഓപ്ഷൻ സി കോട്ടയം. കടൽ തീരമില്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി കോട്ടയം. ചോദ്യം 44. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ? കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷനാണ് കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ. കണ്ണൂർ കോർപ്പറേഷനാണ് കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ. ചോദ്യം 45. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ നെയ്യാർ. ഉത്തരം ഓപ്ഷൻ എ നെയ്യാറിലാണ് കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 46. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി കഞ്ചിക്കോട്. കഞ്ചിക്കോടാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. കഞ്ചിക്കോടാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ചോദ്യം 47. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ. ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ചോദ്യം 48. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാര്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാര്? ഉത്തരം ഓപ്ഷൻ സി PT ഉഷ. ഉത്തരം ഓപ്ഷൻ സി PT ഉഷ. ചോദ്യം 49. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം? കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നീണ്ടകര. ഉത്തരം ഓപ്ഷൻ എ നീണ്ടകരയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം. ചോദ്യം 50. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനമേത്? ക്രിസ്തുമത
വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ ബി കേരളം. കേരളത്തിലാണ് ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ളത്. ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വേണമെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.